ഹലോ SLC മക്കളെ, നിങ്ങളുടെ എക്സാമിന് 12 മാർക്കിന്ന് ക്ലിയർ ആയിട്ട് 12 മാർക്ക് കിട്ടും. കൺസ്ട്രക്ഷൻ പഠിച്ചാൽ, വരയ്ക്കാനുള്ള ചോദ്യം പഠിച്ചാൽ 12 മാർക്ക് കിട്ടും. ആരും മിസ് ഔട്ട് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു 4 ചാപ്റ്റർ 5 ചാപ്റ്ററും കൺസ്ട്രക്ഷൻ സെറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് A അല്ലെങ്കിൽ A+ കിട്ടാനുള്ള സാധ്യത ഭയങ്കര അധികം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ എല്ലാവർക്കും കിട്ടും. കുറേ തിയറി എന്താ അറിയാതിരിക്കേണ്ട. നമ്മൾ പഠിക്കാൻ പോകുന്ന 4 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്. നിങ്ങളുടെ എക്സാമിന് മോഡൽ എക്സാമിന് പ്രാവശ്യം 3 ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 4 എണ്ണം പഠിക്കുന്ന കാരണം ഏത് വേണേൽ വരാം. നിങ്ങൾക്ക് സാധാരണ ഒരു സർക്കിളായ ഈ ടൈപ്പ് വരാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള പുറമേ നിന്നുള്ള 2 ടാൻജൻ്റ് ആവാം. ഇൻസർക്കിൾ വരാം, റേഡിയസ് വന്നിട്ടുള്ള ഇൻസർക്കിൾ വരാം. ഈ പ്രാവശ്യത്തെ എക്സാമിന് വന്ന ടൈപ്പാണ്. ഇൻസർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു, പക്ഷെ എന്താണ്, റേഡിയസ് വന്നിട്ടില്ല. അപ്പോൾ പണിയാണ്. അപ്പോൾ ഇതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പഠിക്കാം. 4 ടൈപ്പ് സാധനമാണ് മെയിനായിട്ട് പഠിക്കാനുള്ള. അതിൽ കുറേ ട്രിക്സും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുണ്ട്. 12 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എന്താണ് ഇതിലൊരു കുഞ്ഞ് സ്കെയിൽ. ഓക്കെ, വലിയ സ്കെയിലാണെങ്കിൽ കുഴപ്പമില്ല, സ്കെയിൽ കൊണ്ടുപോകണം. കോമ്പസിനെക്കാട്ടും ഒരു കോമ്പസ് ആണ്. കോമ്പസ് ആണ് ഒരു സൈഡിൽ സൂചി, മറ്റേ സൈഡിൽ പെൻസിൽ. ഓക്കെ, അതാണ് കോമ്പസ്. മറ്റേത് ഡിവൈഡറാണ്. ഡിവൈഡർ കൊണ്ട് നമുക്ക് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ കോമ്പസിൽ ശ്രദ്ധിക്കേണ്ടത്, കോമ്പസിനെക്കാളും ചെറിയൊരു പെൻസിൽ ഉപയോഗിക്കണം. വലിയ അപ്സരേൻ്റെ വലിയ പെൻസിൽ ഉണ്ടോ വെക്കരുത്. ചെറിയ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്തിട്ട് കൊണ്ടുപോവുക. വേറൊരു എക്സ്ട്രാ പെൻസിലും വെച്ചോ ഒരു സേഫ്റ്റിക്ക്. പിന്നെ റബ്ബർ അഥവാ ഇറേസർ കൊണ്ടുപോകണം. പിന്നെ സ്കെയിലും വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, കാണുന്നില്ല നമ്മുടെ സാധനം അവിടെ പോയി, പ്രൊട്രാക്ടർ. എന്താണ് പ്രൊട്രാക്ടർ? ആംഗിൾ നോക്കാനുള്ള സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. സർക്കിളിലെ ക്വസ്റ്റ്യൻ വന്നാലും ആംഗിൾ എന്ന ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതും വേണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളുടെ പെന്നും പെൻസിലൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് പ്രോപ്പറായിട്ട് വരയ്ക്കുക, നന്നായിട്ട് വരയ്ക്കുക. ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ഈ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ. ഓക്കെ, പിന്നെ 10 മണിക്കൂർ ലൈവ് ഉണ്ട് മാത്സിന്, അതും മറക്കണ്ട. ഫൈനൽ ഡേ അടിപൊളി ഒരു സർപ്രൈസും വരുന്നുണ്ട്, അതും മറക്കണ്ട. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. കൺസ്ട്രക്ഷൻ മൊത്തം പഠിച്ചപ്പോൾ 12 മാർക്ക് ഉറപ്പാട്ടോ. ആരും വിടരുത് പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം നമ്മുടെ ക്ലാസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് നമുക്ക് വേണം. നമുക്ക് ഒരു പെൻസിൽ വേണം. ആ പെൻസിൽ ശ്രദ്ധിക്കേണ്ട കോമ്പസിനെക്കാട്ടും ചെറുതായിരിക്കണം. ആ കാര്യമൊക്കെ അറിയാമല്ലോ. പിന്നെ ഡബറോ ഇറേസറോ നിങ്ങൾ വിളിക്കുന്നത് എന്ത് വേണം വിളിക്കുക. പിന്നെ ഒരു സ്കെയിലും പ്രൊട്രാക്ടറും വേണം. ഓക്കെ, പ്രൊട്രാക്ടർ ഇല്ലാണ്ട് പോരെ. ഇത് മിനിമം സാധനങ്ങളാണ് എക്സാമിന് ആവശ്യമുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സർക്കം റേഡിയസ് എന്ന് പറയുമ്പോൾ സർക്കിളാണ്, പരിവൃത്തം. അപ്പോൾ സർക്കിള് പുറത്തിങ്ങനെ വരുന്നതാണ് സർക്കിളുള്ളിൽ വരുന്നതിന് ഇൻസർക്കിൾ എന്ന് വിളിക്കും. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നു. ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾ എത്ര, 55 62.5 ഡിഗ്രി. ഓക്കെ, ഈ 62.5 അര ഡിഗ്രിയൊക്കെ തന്നാൽ അപ്പോൾ ഉറപ്പിച്ചോ ഇതെന്താ, ഈ ഡയഗ്രമാണ്, സർക്കിളാണ്. കാരണം നമുക്ക് 62.5 വരയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ഡബിൾ എത്രയാണ്, 125 വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്? ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ സർക്കിൾ വെച്ച് എപ്പോഴും നോക്കാം. അപ്പോൾ നിങ്ങൾ സർക്കിൾ വരച്ചോ. ഒരു സർക്കിൾ വരയ്ക്കുക. എത്ര തന്ന റേഡിയസ്, 3 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. ഇത് വരയ്ക്കാൻ എല്ലാവർക്കും പറ്റും, സിമ്പിൾ. ഇന്ന് നോക്കേണ്ടത് 55 ഡിഗ്രി തന്നു ട്രയാങ്കിൾ. മക്കളെ, നമുക്ക് ഈ സർക്കിൾ ഈ അറ്റം അറിയുള്ളൂ. ഈ ട്രയാങ്കിൾ ഇവിടെയാണോ കൂട്ടിമുട്ടാന്നറിയില്ല. ഇവിടുന്ന് എനിക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്ന ആംഗിൾ 55 60 ഒന്നും എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്താണ്, സെൻട്രൽ ആംഗിൾ അല്ലേ. ഇവിടെ 55 ആണെങ്കിൽ, മേജർ ആർക്കിൽ 55 ആണെങ്കിൽ സെൻട്രൽ എത്ര വരും, അതിൻ്റെ ഡബിൾ. അപ്പോൾ 110. അപ്പോൾ 55 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡബിൾ 110 ഡിഗ്രി എടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സർക്കിൾ വെറുതെ വരച്ചെന്ന് തരികയോ. ഓക്കെ, നമ്മുടെ റേഡിയസ് ഇവിടെ നമ്മൾ 110 ഡിഗ്രി എടുക്കണം. 110 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിലത്തെ ആംഗിൾ തുടങ്ങുന്നത് 0 ഒന്ന് തുടങ്ങി. ഓക്കെ, 0 എന്ന് തുടങ്ങി 110 എന്ന് പറയുമ്പോൾ ഇതല്ല, ഇത് 70 കേട്ടോ. നമ്മൾ 110 ഉള്ളിൽ ഇവിടെ ഇതാണ് 110 വരച്ചു. ഇനി അടുത്ത ആംഗിൾ എന്താണ്, അടുത്ത ആംഗിൾ നമുക്ക് 55 പിന്നെ 62.5 62.5. അവൻ്റെ ഡബിൾ എന്താണ്, 125. അര ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡബിളാണ് വരിക എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ആംഗിൾ എടുക്കുന്നു. ഉള്ളിലത്തെ ആംഗിൾ 125 എന്ന് പറയുമ്പോൾ 120 130 അടയ്ക്കും. ഓക്കെ, ഈ ആംഗിൾ വരച്ചു. ഇവിടെ 125.5 ഇവിടെ 110. ഓക്കെ, ഈ മെർസിഡീസ് ബെൻസ് ലോഗോ കിട്ടിയാൽ ഈ 3 ഡോട്ട് ജോയിൻ ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ 125 ആയതുകൊണ്ട് ഇവിടെ അതിൻ്റെ പകുതി എത്രയാണ്, 62.5. ഇവിടെ 110 ആയതുകൊണ്ട് അതിൻ്റെ മേജർ ആർക്കിൽ ഇവിടെ 55 ഡിഗ്രിയും കഴിഞ്ഞു. ഇത്രയുള്ളൂ ഡയഗ്രാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സർക്കിൾ വെച്ച് തുടങ്ങാം. സിമ്പിളാണ്. സർക്കിൾ ഇങ്ങനെ ഉണ്ടാകും നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ ഏകദേശം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്കൊരു വലിയ ഡയഗ്രമായിട്ട് കാണിച്ചു തരാം, കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ഡയഗ്രാം ശരിക്കും റിയൽ ലൈഫ് സൈസിൽ വരിക. ഞാൻ ഡബിൾ റേഡിയസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം സർക്കം റേഡിയസ് 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിൽ എനിക്കറിയാം തന്നത് 3 ആണ്, പക്ഷേ ഞാൻ 6 സെൻറ്റിമീറ്റർ എടുക്കും. കോമ്പസ് എടുക്കുന്നു കേട്ടോ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡോട്ടൊക്കെ തുടങ്ങാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ തുടങ്ങാം. 3 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ വന്നാൽ എനിക്ക് പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. കോമ്പസ് മക്കൾ ലെവലായിരിക്കണം കേട്ടോ. പെൻസിൽ ഇവിടെ ആവരുത്, ഇങ്ങനെ ആവരുത്. ഓക്കെ, ഏകദേശം ഒരു ലെവലായിരിക്കണം. അതിങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല കേട്ടോ. ഇങ്ങനെ വെക്കുക, ഇപ്പോൾ ഏകദേശം ലെവലാണ്. ഓക്കെ, 6 സെൻറ്റിമീറ്റർ എടുക്കുക.
ഇവിടുന്ന് 6 പിടിച്ചു, ഇവിടേക്ക് ഇതാണ് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ ഞാൻ വരയ്ക്കാൻ കാരണം നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. നിങ്ങൾ എക്സാമിൽ സെയിം കണക്കിന് എടുക്കണം. 6 സെൻറ്റിമീറ്ററിൻ്റെ റേഡിയസ് ഞാൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തന്നെ ഒരു റേഡിയസ് അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എഴുതും, ഞാൻ 6 സെൻറ്റിമീറ്ററിന് എഴുതി. ഓക്കെ, ഇനി ഓർക്കണം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് 55 വേണം, 110 നടുക്കിൽ 110. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു, 110 ഡിഗ്രി പിടിക്കുന്നു. സൂക്ഷിക്കേണ്ട ഒരു കാര്യം 110 0, നമ്മളിവിടെയല്ലേ 0 തുടങ്ങുന്നത്, ഇവിടെ നിന്നാണോ? ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ പുറത്തത്തെ ആംഗിൾ, ഇവിടെ നിന്നാകുമ്പോൾ ഉള്ളത്ത് 0, 10, 20, ഉള്ളത്തെ എവിടെയാണ്? ഇതാണ് 110 അല്ല, ഇത് പുറത്തെ ആംഗിളാണ്, നമ്മൾ ഉള്ളത്തെ ആംഗിൾ ഇതാണ് 110, ഇവിടെയാണ് 110. ഓക്കെ, ഉള്ളത്തെ ആംഗിൾ തന്നെ നോക്കാൻ ഓർക്കണേ. ഇവിടേക്ക് വരച്ച് നീട്ടി വരച്ചാലും കുഴപ്പമില്ല, പുറത്തേക്ക് 110 ഡിഗ്രി ഇട്ടി എഴുതിക്കോ, 110 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത് നമുക്ക് നമ്മൾ കണക്കെടുത്തോ, 125 വേണം, 125. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ 0 തുടങ്ങി 120 ഇവിടെ വരെ ഏകദേശം. ഇനി അതല്ല നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ പറ്റും കേട്ടോ, ഇവിടുന്ന് തുടങ്ങാം, അപ്സൈഡ് ഡൗൺ. ഇപ്പോൾ ആംഗിൾ 0 പുറത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ 0 പുറത്തുനിന്ന് തുടങ്ങുമ്പോൾ തുടങ്ങി 125 ഇവിടെ ഇവിടെ വരും, 125, 120 30 ഇടയ്ക്ക്. ഓക്കെ, ഇങ്ങോട്ടങ്ങ് വരയ്ക്കുക. ഇതാട്ടോ നമ്മുടെ 125. അത് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ ബെൻസ് ലോഗോന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയത് നോക്കിയാൽ ഇവൻ കിട്ടി. ഇനി ആകെ ചെയ്യാനുള്ളത് ഇവർ നമ്മൾ ജോയിൻ ചെയ്യുക, ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്യുക, നമുക്ക് സർക്കിൾ കിട്ടി. ഓക്കെ, ഇത്രയുള്ള സംഭവം. മക്കളെ, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SLC മാത്സിൽ ഫുൾ A+ മേടിക്കുക. ഇനി ഇവിടെ 110 കിട്ടിയാൽ അതിൻ്റെ മേജർ ആർക്കിൽ അതിൻ്റെ പകുതി 55 ഡിഗ്രി വരും. ഇവിടെ 125 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പകുതി ഇവിടെ വരും 62.5. അതോടെ ഡയഗ്രാം കഴിഞ്ഞു. ഞാനിവിടെ ഡബിൾ സൈസിലാണ് വരച്ചത്, നിങ്ങൾ ഇതിൻ്റെ പകുതി സൈസാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാം സർക്കിൾ പരിവൃത്തം കിട്ടിയെങ്കിൽ എല്ലാവരും സർക്കിൾ എന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ടിക്ക് മോജി ഇടുക. ഇതിനു വേണ്ടി നിങ്ങൾ പ്രൊട്രാക്ടർ, കോമ്പസ്, സ്കെയില്, പെൻസിൽ സാധനങ്ങളൊക്കെ വേണം. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് എന്താണേലും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഒന്നാമത്തെ ഡയഗ്രാം. ഓക്കെ, രണ്ടാമത്തെ കൺസ്ട്രക്ഷനാണ് ഡ്രോ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ റേഡിയസ് 3 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു, അത് സിമ്പിളാണ്. 3 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്ക് എ പോയിൻറ്റ് P 7.5 സെൻറ്റിമീറ്റേഴ്സ് അവേ. ഇത് സെൻട്രൽ നിന്ന് ഇതിപ്പോൾ 3 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, അതേ ലെങ്ത് നിങ്ങൾ 3 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 7.5 ഏകദേശം ഇവിടെ വരയ്ക്കുന്നു. ഇവിടെ ഒരു പോയിൻ്റ് എടുത്ത് P ആയിക്കോട്ടെ, P എടുത്തു. ഇനി ഇവിടുന്ന് 2 ടാൻജൻ്റ് വരയ്ക്കും. ഇങ്ങനെ 2 ടാൻജൻ്റാണ് വരേണ്ടത്, പക്ഷേ ഇങ്ങനെ വരയ്ക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സർക്കിൾ വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അത് വരച്ചു. P എന്നുള്ള പോയിന്റ് നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് 7.5 സെൻറ്റിമീറ്റർ P മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണ്, ഈ 7.5ൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കോമ്പസ് എടുക്കുന്നു. മോർ ദാൻ ഹാഫ്, കട്ട്, ഇവിടെ കട്ട്. ഓക്കെ, അതേപോലെ ഇവിടെയും കട്ട്. ഓക്കെ, കട്ട് ചെയ്തു. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. എന്തിനാ? 7.5 നടുവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നടുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയുള്ള സംഭവം നടുക്ക് കിട്ടി. ഇതുണ്ട് നടുവാണല്ലോ 7.5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയെന്ന് കമൻറ്റ് ചെയ്തേ. ഇതൊരു സർക്കിൾ കിട്ടി. എന്തിനാണ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നത്? കാരണം നമ്മൾ പ്രൂഫിലും നമ്മൾ ചാപ്റ്റർ തിയറി പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വാഡ്രേറ്റ്. ഞാനിപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത് ഇതൊരു ടാൻജൻറ്റും ഇതൊരു ടാൻജൻറ്റ്, ഇത് കുട്ടിമുട്ടുന്ന പോയിൻ്റ് ടാൻജൻറ്റ്. ഓക്കെ, ഇതെന്തിനാണ് സർക്കിൾ വരയ്ക്കുന്നത്? എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഞാൻ ഈ റേഡിയസും കൂടി കൂട്ടിമുട്ടിച്ചാൽ, ഞാൻ തിയറി പറയാം കേട്ടോ, 90 ഡിഗ്രിയാണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 - x ആണ്. ഓക്കെ, ഇതെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ 4 പോയിൻറ്റ്സ് ഉള്ള ക്വാഡ്രിലാറ്ററൽ ഒരു ചക്രീയ ചതുർഭുജമാണ്. അത് പ്രൂഫായിട്ടും പഠിക്കാറുണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സർക്കിൾ വരച്ചിട്ട് കിട്ടും. അതാണ് ഏറ്റവും കറക്റ്റ് മെത്തേഡ്. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വരയ്ക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും തുടങ്ങേണ്ടത് ഒരു പോയിന്റ് വെച്ചിട്ട്. ഓക്കെ, ഞാൻ പെന്ന് വെച്ച് കാണിച്ചിട്ട് നമുക്ക് സെൻറ്റർ ഇതാണ് നമ്മുടെ സെൻറ്ററിന് എടുത്ത്. ഓക്കെ, ഇതാണ് സെൻറ്റർ. നമ്മൾ എന്ത് ചെയ്യണം, 3 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ സ്കെയിലും കോമ്പസ് എടുക്കുക, രണ്ടും ഒരേ ലെവലാണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, ഇത് 3 ആണ്. ഞാൻ എന്ത് ചെയ്തു, 3 എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. ഞാൻ റൈറ്റിലേക്ക് കേട്ടോ വരയ്ക്കാൻ വന്നത്. കോമ്പസ് എടുത്തിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഓട്ട പൊട്ടിച്ച് എല്ലാ പേപ്പറിലും കൂടി ആക്കേണ്ട, ലൈറ്റായിട്ട് വരച്ചാൽ മതി. 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇനി 7.5 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ 7.5 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്റർ എടുക്കുന്നു. ഓക്കെ, ഇത് 3 ആണെന്ന് ഉറപ്പായി. യെസ്, ഇനി 7.5 ഇവിടെ വരെ അല്ലേ, ഇവിടെ തുടങ്ങിയിട്ട് 7.5 വരച്ചു. ഓക്കെ, ഇതാണ് 7.5. ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. 7.5. കാരണം എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യനിലേക്ക് ചിലപ്പോൾ അവർ ടാൻജൻറ്റിന് മെഷർ ചെയ്യാനും കൂടി ചിലപ്പോൾ പറയും കേട്ടോ.
7.5. അപ്പോൾ നമുക്ക് പി എന്ന് മെൻഷൻ ചെയ്യും. പി ഇത് O എന്നിടാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്നിട്ടോ, ഇവിടെ വേണമെങ്കിൽ 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടോ. ഓക്കെ, ഇത് മൊത്തം 7.5ഉം ഇത് 3 സെൻറ്റിമീറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പി ഒൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ കോമ്പസ് പിയിൽ വെക്കുന്നു. സി പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസമാജി എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫ്, ഇതായിരിക്കും ഏകദേശം ഹാഫ്, അതിനേക്കാൾ കൂടുതൽ എടുക്കുക. ഇതാ ഇനി കോമ്പസ് മാറ്റി കേട്ടോ, ഇനി കോമ്പസ് നീങ്ങരുതെന്ന് ഉറപ്പിക്കണം. പിയിൽ വെക്കുന്നു, മേലെയും താഴെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ ഓല് വെക്കുന്നു, ഓല് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മേലെയും താഴെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അത് കട്ടാവണം കേട്ടോ, കട്ട് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കിയാൽ ഈ 2 പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പം ഈ പി ഒൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായിട്ട് 90 ഡിഗ്രിയിൽ പകുതിക്ക് മുറിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോയിൻ്റ്. ഈ പോയിൻ്റ് മാത്രം നമുക്ക് വിഷയമുള്ളൂ. ഓക്കെ, ഇനി ആ പുതിയ പോയിൻ്റ് വെച്ചിട്ട് കഴിഞ്ഞു. ഈ പുതിയ പോയിൻ്റ് എടുക്കുക. ഓക്കെ, കറക്റ്റ് ആ സെൻറ്റർ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ ഈ ഓല് വെക്കാം, അല്ലെങ്കിൽ പീല് വെക്കാം, രണ്ടും സെയിം. നോക്കിയാൽ ഓലും പീല് രണ്ടിലും സെയിം ആണ്. വെക്കുക, ഒരു സർക്കിൾ, ഇതാ ഒരു മസാല ദോശ കടിക്കുക. ഓക്കെ, കഴിഞ്ഞു. എന്താ ഡയഗ്രാം? ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്തിനാണ് ഈ സർക്കിൾ? ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങോട്ടേക്കാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. സ്കെയിൽ എടുക്കുക, പിന്ന് ആ പോയിന്റിലേക്ക്, ലെറ്റ്സ് കോൾ ദാറ്റ് പി എ. ഇതാണ് പി എ. നീട്ടി വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതാണ് പി ബി, ഇവിടുന്ന് പിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ 2 ടാൻജൻറ്റ് സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇത് പി എ, ഇത് പി ബി. വേണമെങ്കിൽ പേരിട്ടാൽ മതി. ഇനി അവർ പറയുന്നുണ്ട് ഡോട്ട്, ചിലപ്പോൾ അവരെന്താണ് പറയും, ഇവിടുന്ന് മെഷർ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് 3 സെൻറ്റിമീറ്റർ എന്നറിയാം. നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ, മെഷർ ചെയ്ത് എത്ര കിട്ടുന്നത്? ഓൾമോസ്റ്റ് 7 സെൻറ്റിമീറ്റർ അല്ലെ, 6.9 അല്ലെ 7 എഴുതിയാൽ കിട്ടും. ഓക്കെ, രണ്ടും സെയിം ആയിരിക്കും, ഒരിക്കലും മാറും കേട്ടോ. ഇതുകൊണ്ട് 6.9 7ൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് എഴുതി വെച്ചാൽ കഴിഞ്ഞു, നമ്മുടെ ഫുൾ ആൻസർ കിട്ടി. ഇത് വളരെ പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും നോക്കുകയാണെങ്കിൽ ടാൻജൻസിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കിട്ടിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ടാൻജൻറ്റ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ്. സെറ്റ്. ഇനി നമ്മുടെ എക്സാമിൽ ലാസ്റ്റ് ചോദിച്ച 5 മാർക്ക് ക്വസ്റ്റ്യൻ വരച്ചുതരാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. സി, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കോമ്പസ് വെച്ച് 60 ഡിഗ്രി വെച്ചിട്ടൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാം. 7 സെൻറ്റിമീറ്റർ സൈഡ്, ഇതൊരു പണിയില്ല. ഇനി ഇതിൻ്റെ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കാൻ പറഞ്ഞാൽ അതിനുള്ളിൽ വരയ്ക്കണം. അവിടെയാണ് പ്രശ്നം വരിക. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താണ് തൊട്ട് പോകണം, ഇവിടെയും തൊട്ട് പോകണം, ഇവിടെ തൊട്ട് പോകണം. ലോജിക്ക് വളരെ സിമ്പിളാണ്. ഈ ആംഗിൾ ബൈസെക്ടർ അല്ലേ, നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അതിന് ആംഗിൾ ബൈസെക്ടർ, കോണ് സമഭാജികൾ രണ്ടും കൂട്ടിമുട്ടുന്നിടത്താണ് സെൻറ്റർ വരിക. ആയിക്കോട്ടെ, നമുക്ക് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ സെൻറ്റർ കിട്ടി. ഓക്കെ, സെൻറ്റർ കിട്ടിയിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരു പ്രശ്നം വരിക. ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേക കോംപ്ലിക്കേഷൻ ആട്ടോ. നോക്കിയാൽ സെൻറ്റർ എങ്ങനെ കിട്ടുക? ഞാൻ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടാണോ റേഡിയസ് വരാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ സർക്കിൾ വരച്ച് നോക്കിയാൽ ഞാൻ ഐഡിയ അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സർക്കിൾ കിട്ടുക. അതല്ല സർക്കിൾ, ഇനി നിങ്ങൾ ചിലപ്പോൾ ഇതാ നിങ്ങളൊരു ഊഹത്തിൽ ചിലപ്പം ഇങ്ങോട്ടേക്ക് എടുക്കും. ഇതാ ഈ പോയിന്റ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സർക്കിൾ കിട്ടും. അപ്പോൾ എങ്ങോട്ടാണ് സർക്കിൾ വരയ്ക്കാമെന്ന് ആർക്കും അറിയില്ല. ചിലവർ എന്തെങ്കിലും തെറ്റൊക്കെ വരയ്ക്കുക, അപ്പോഴാണ് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, സർക്കിൾ ഉള്ളിലാണ് വരുന്നത്. അതിന് വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ അടിച്ചത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ടൈപ്പ്. ഇത് നമുക്ക് വരയ്ക്കേണ്ടത് ഇൻ സർക്കിളാണ്. ഇൻ സർക്കിൾ, പക്ഷേ റേഡിയസ് തന്നിട്ടുണ്ടാവില്ല, റേഡിയസ് തന്നിട്ടില്ല. ഇത് 4ാമത്തെ ടൈപ്പാണ്. വളരെ റെയറാണ്, പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാമിന് വന്നു. ഇത് 4ാമത്തെ ടൈപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ ടൈപ്പായിട്ട് ഞാൻ വേറെ ഒരെണ്ണം പഠിപ്പിച്ചു തരാം. ഇൻ സർക്കിൾ, അന്തർവൃത്തം തന്നെ. ഓക്കെ, ഇൻ സർക്കിൾ തന്നെ, പക്ഷേ നിങ്ങൾക്ക് റേഡിയസ് തന്നിട്ടുണ്ടാവും. റേഡിയസ് തരും, ട്രയാങ്കിളിൻ്റെ കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഡ്രോ എ ട്രയാങ്കിൾ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ 2.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ആൻഡ് ആംഗിൾ എന്താണ് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും. ഒന്ന് റഫായിട്ട് വരച്ച് നോക്കിയാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഇൻ സർക്കിൾ. ആയിക്കോട്ടെ, തൽക്കാലം ഇങ്ങനെ ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും. ആൻഡ് റേഡിയസ് ആണെന്നുകൊണ്ട് നമുക്ക് പണി സിമ്പിൾ. അത് ഇങ്ങോട്ട് റേഡിയസ് നോക്കിയാൽ എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ സർക്കിൾ വരച്ച് തുടങ്ങുന്നു. സർക്കിൾ വരയ്ക്കുന്നു 2.5 സെൻറ്റിമീറ്ററിൻ്റെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ, ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഒരു അറ്റത്ത് 50 ഡിഗ്രിയാണ്, സെൻറ്ററിൽ എന്താണ് വരിക? അതിൻ്റെ സപ്ലിമെൻ്ററി 180 - 50 130 ഡിഗ്രി, 130 ഡിഗ്രി. ഇവിടെ എത്ര വരിക? ഈ സെൻറ്ററിൽ ഇത് തമ്മിലുള്ള ബന്ധം 60 ആണ്, ഇത് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ വെച്ച് തുടങ്ങാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് 130 ഡിഗ്രി ഒരു ബെൻസിൻ്റെ ലോഗോ വരയ്ക്കുന്നു. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 120 ഡിഗ്രി. ഇതൊന്നും പണിയില്ല, സെൻറ്ററിലേക്ക് വരയ്ക്കും. ഓക്കെ, ബെൻസിൻ്റെ ലോഗോ ഇവിടെയും ഇവിടേക്ക് കിട്ടി. ഇനി ചാടി കയറി ഇങ്ങനെ ജോയിൻ ചെയ്യരുത് കേട്ടോ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക്? ഇത് സർക്കിളായി പോകും. അത് ചെയ്യരുത് കേട്ടോ, അത് ചെയ്യരുത്. ഒന്ന് വായിക്കട്ടെ മക്കളെ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 12 മാർക്ക് വെറുതെ കിട്ടുന്ന പരിപാടി കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പോയിന്റ് നോക്കിയാൽ ഈ പോയിന്റിലേക്ക് നമുക്ക് എന്താണ് ഇങ്ങനെ തൊട്ട് പോകുന്ന ലൈൻ, അതാണ് ടാൻജൻറ്റ്. ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരണം, ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരണം, ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വേണം. ഓക്കെ, അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൽ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കാൻ ഇവിടെ പഠിക്കും. അതിനോടൊപ്പം നമ്മൾ ഇൻസർക്കിൾ വെൻ റേഡിയസ് ഇസ് ഗിവൻ, റേഡിയസ് തരുമ്പോൾ നമുക്ക് ഇൻസർക്കിൾ വരയ്ക്കാനും പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ, സർക്കിൾ സെൻറ്റർ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മുടെ സെൻറ്റർ എടുക്കുന്നു, 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുന്നു. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ കോമ്പസ് എടുക്കുക, 2.5 വെക്കുക. ഓക്കെ, 2.5 ഇതാണ് 2.5. ഓക്കെ, 2.5 കിട്ടി. ഓക്കെ, സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സർക്കിൾ വരച്ചു. ഇതാണ് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് സർക്കിൾ. ഓക്കെ, ഇനി നമുക്കൊരു സൈഡിലേക്ക് 2.5 എന്നങ്ങ് വരയ്ക്കാം. ഓക്കെ, നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഉണ്ട്, കറക്റ്റാണ്. ഓക്കെ, ഇത് 2.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയേക്കുക. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മുടെ പ്ലാൻ അനുസരിച്ച് എന്താണ് വേണ്ടത്? നമുക്ക് ഇവിടെ 2.5 സെൻറ്റിമീറ്റർ വരച്ചു. 50 ഡിഗ്രിക്ക് പകരം നമ്മൾ 180 മൈനസ് സപ്ലിമെൻ്ററി 130 ഡിഗ്രി. സെൻറ്ററിൽ പ്രൊട്രാക്ടർ എടുക്കുന്നു, നമ്മൾ 130 ഡിഗ്രി സെൻറ്റർ പിടിച്ചു. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എത്രയാ? 130 ഡിഗ്രി, 130 ഉള്ളിലത്തെ ആംഗിൾ 130. ഓക്കെ, ഇനി ഞാൻ ഇവിടേക്ക് വരയ്ക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് നീട്ടി വരയ്ക്കാം. കാരണം എനിക്കറിയാം ഇവിടേക്ക് ഒരു ടാൻജൻറ്റ് പിന്നെ വരയ്ക്കണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് നീട്ടി വരച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതും അങ്ങ് നീട്ടി വരയ്ക്കാം, പണി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നീട്ടി വരയ്ക്കാം, ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ ഇത് 130 ഡിഗ്രി. ഓക്കെ, അടുത്തെന്താണ് 120 ഡിഗ്രി. നമുക്കെന്താണ് 60ക്ക് പകരം 180 മൈനസ് 60 120 ഡിഗ്രി. അപ്പോൾ അത് ഇവിടെ 120 ഡിഗ്രി ഇവിടെ പിടിക്കുക. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ കാണണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇപ്പം സാർ കോമ്പസ് ചെയ്ത് പ്രൊട്രാക്ടർ ഞാൻ തിരിച്ചു ഉപയോഗിക്കുക എന്നുള്ളത് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് 0 എന്ന് പറഞ്ഞാൽ പുറത്തത്തെ ആളാണ്. ഇവിടെ തുടങ്ങി നമ്മൾ 120 എന്ന് പറയുമ്പോൾ ഇതാണ് 120 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് 120 ശ്രദ്ധിക്കണം. ഇതാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്ത് 120 ഡിഗ്രി. ഓക്കെ, 120 ഇവിടെ ആയാലും വലിയ വിഷയമൊന്നുമില്ല, ട്രയാങ്കിളിനൊരു പ്രശ്നം വരില്ല കേട്ടോ. ഇനി നമ്മുടെ ഗോൾ എന്താണ്? നമ്മൾ ബെൻസ് ലോഗോ ഒക്കെ വരച്ചു, നമ്മളിത് 3 ഡോട്ട് കിട്ടി. ഇനി ഇവിടേക്ക് ടാൻജൻറ്റ്. ഏറ്റവും കറക്റ്റായ രീതി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സമയം കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരട്ടൊക്കെ അറിയുമെങ്കിൽ അത് ഉപയോഗിച്ചു, പക്ഷേ ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ദാറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ കോമ്പസ് എടുക്കുന്നു. ഓക്കെ, ഒരു ടാൻജൻറ്റ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കാം. നിങ്ങൾ കോമ്പസ് എടുക്കുക. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. കുറച്ച് ചെറുതാണ്, പക്ഷേ നിങ്ങൾ ഒരു സെമി സർക്കിൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റിലേക്ക് ഒരു സെമി സർക്കിൾ എടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഒരു സെമി സർക്കിൾ അങ്ങ് വരച്ചു. ഈ സെമി സർക്കിൾ കണ്ടിട്ടൊരു സുഖമല്ലല്ലോ. നമുക്ക് ഇവിടേക്ക് ഒരു സെമി സർക്കിൾ വയ്ക്കും. നിങ്ങൾ വലുതായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഇത് ഭയങ്കര വലുതായിപ്പോയി, കുറച്ച് ചെറുതാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കോമ്പസ് ഒന്നുകൂടി ലെവലാക്കണം, എന്നാലേ കിട്ടുള്ളൂ, അല്ലെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ കോമ്പസ് ഇവിടെ വെക്കുന്നു, ഈ അറ്റത്ത് വെക്കുന്നു. ഇവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കും, ഇവിടെയും വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് ഇട്ട് ഞാൻ പെന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം. ഈ പോയിൻറ്റും. ഓക്കെ, ഈ പോയിന്റ്. ഇതെന്തിനാണ് ഇത് കിട്ടിയത്? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ 2 പോയിന്റിൻ്റെ ശ്രദ്ധിച്ചോ, ഇവൻ്റെയും ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ കിട്ടുക? ഈ അറ്റത്ത് വെക്കുക, മോർ ദാൻ ഹാഫിനെക്കാളും കൂടുതൽ എടുക്കുക, മേലെ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അവസാനം വരുമ്പോൾ കുറേ ഡിസൈൻ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ ഫോട്ടോയിൽ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, രസമായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. ഓക്കെ, കട്ട് ചെയ്യുക, ഇവിടുന്ന് വെക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ലംബ സമഭാജി കിട്ടി. അപ്പോൾ ഞാൻ എന്താ കാണിച്ചു തരാം. ഈ പോയിന്റ് പെൻസിലെടുത്തോ, ഈ പോയിന്റിൽ ഒരു പെന്ന് വെക്കുക, എന്നിട്ട് അപ്പുറത്തേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി കറക്റ്റ് അങ്ങനെ പോയിക്കോളൂ അല്ലേ. നീട്ടി അങ്ങ് വരച്ചോ, നീട്ടി വരയ്ക്കുക. നമ്മൾ ടാൻജൻറ്റ് നമ്പർ 1 റെഡി. ഓക്കെ, ഇനി നിങ്ങൾക്ക് തൊടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇവിടെ കട്ടി കൂട്ടി കൊടുക്കുക. ഓക്കെ, ടാൻജൻറ്റ് നമ്പർ 1 സെറ്റ്. ഓക്കെ, ഇങ്ങനെ കുത്തും വരെയും കണ്ടാലും നിങ്ങൾ ടീച്ചറിനെ കൺവിൻസ് ആവുള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇതത്ര സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ സെമി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സെമി സർക്കിൾ തൽക്കാലം ഒന്ന് മായ്ച്ചു കളയാം. നിങ്ങൾ മൊത്തം മായ്ച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് തെറ്റുകൾ വരുന്ന ടീച്ചറിനും അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോമ്പസ് വെക്കുക. ഓക്കെ, കോമ്പസ് വെക്കുക, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ആ പോയിന്റുകൾ മറക്കരുത്, കാണിച്ചു തരാം. ഈ പോയിന്റും. ഓക്കെ, ഇനി അവൻ്റെ ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. കോമ്പസ് ഇവിടെ വെക്കുന്നു, ഹാഫിനെക്കാളും കൂടുതൽ എടുക്കുന്നു കേട്ടോ. കൂടുതലെടുത്തു, ഇവിടെ വരച്ചു, ഇവിടെയും വരച്ചു. ഓക്കെ, ഇങ്ങനത്തെ വരകളൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക കേട്ടോ, സോ ദാറ്റ് നമ്മുടെ ഡയഗ്രാം ബ്രൈറ്റായി നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ലൈനും ഇത് രണ്ടുള്ള തൊടുക, അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഈ കട്ടിങ്ങുമാണ് വേണ്ടത്, നമ്മുടെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം വരച്ചോ, പറ്റുകയാണെങ്കിൽ നീട്ടി വരയ്ക്കാൻ നല്ലത്, കാരണം പിന്നെ ആവശ്യം വരും. ഓക്കെ, സ്ഥലം ഉണ്ടെങ്കിൽ നീട്ടി വരച്ചോ. ഓക്കെ, ഇവിടെ ടാൻജൻറ്റ് കിട്ടി, ഇവിടെയും കൂടി ബാക്കിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലായി ഏകദേശം ഇങ്ങനെ വരും, പക്ഷേ കറക്റ്റ് നമുക്ക് വരയ്ക്കാം, നമുക്ക് വരച്ചതിനെ ചെയ്യാം.
വീണ്ടും എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ അറ്റം ടച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി, ഈ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ ലംബ സമവാക്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ മോർ ദാൻ ഹാഫ് എടുക്കുക, ഹാഫിനെക്കാട്ടും കൂടുതൽ എടുത്തു, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ അപ്പുറത്തെ സൈഡിൽ വെക്കുന്നു, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞു ഇവരെ ജോയിൻ ചെയ്താൽ പരിപാടി കഴിഞ്ഞത്. ഈ പോയിൻറ്റും ഇത്. ഓക്കെ, ജോയിൻ ചെയ്താൽ ടാൻജൻറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിൾ കിട്ടി, അതിന് ഇൻസർക്കിളാണിത്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, 3 അറ്റങ്ങൾ ഇവിടെ കിട്ടി. ഇനി ആംഗിൾ സംശയം വേണ്ട, ഇവിടെ 130 ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ഇവിടെ വരും 180 - 130 50 ഡിഗ്രി. ഇവിടെ 120 ആണ്, 120 180 നിന്ന് കുറച്ചാൽ 60 ഡിഗ്രി. ഓക്കെ, ആൻഡ് റേഡിയസ് 2.5. ഇതാണ് കറക്റ്റ് ഡയഗ്രാം. ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതും കിട്ടിയാൽ ഇത് കമൻറ്റ് ചെയ്യുക, ഇൻസർക്കിൾ വിത്ത് റേഡിയസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് കൺസ്ട്രക്ഷനാണ് ഇൻസർക്കിൾ വെൻ റേഡിയസ് ഇസ് നോട്ട് ഗിവൺ. ആരും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇൻസർക്കിൾ വരയ്ക്കണം. അപ്പോൾ ട്രയാങ്കിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് ആംഗിൾ ബൈസെക്ടർ വെച്ച് കണ്ടുപിടിക്കണം. സെൻറ്റർ കിട്ടിയിട്ട് സർക്കിളിലെ പോയിന്റ് കിട്ടാനാണ് പണി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇത് 4ാമത്തെ ടൈപ്പാണ്. മോഡൽ 2025 ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ 4th ടൈപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ വരയ്ക്കാനും ചിലപ്പോൾ പറയാം, ചിലപ്പോൾ സൈഡ് തരും, ചിലപ്പോൾ സൈഡ് തരില്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആണെന്ന് മറക്കരുത്. ഓക്കെ, നിങ്ങൾ കോമ്പസ് വെച്ച് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? 60 ഡിഗ്രിയും കൂടിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒക്കെ, ഇനി നമ്മളതിൻ്റെ ആംഗിൾ ബൈസെക്ടർ 2 കണ്ടുപിടിക്കുന്നു. കോണ് സമഭാജികൾ സെൻറ്റർ കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ റഫായിട്ട് കാണിച്ചു തന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പോയിൻ്റ് എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ പോയിന്റ്. ഈ പോയിൻ്റ് എടുത്തോ. ഓക്കെ, നമുക്കൊരു ട്രയാങ്കിൾ. ഇനി 6 സെൻറ്റിമീറ്ററിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 7 സെൻറ്റിമീറ്ററിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഓക്കെ, 7 ആണ്. ഇത് 7 ആണ് കേട്ടോ. 7 and 7. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്. 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക. ഓക്കെ, കോമ്പസിലങ്ങ് എടുക്കുക. വളരെ സിമ്പിൾ പരിപാടി. ഓക്കെ, കോമ്പസിലെടുത്തു. ഓക്കെ, കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ കിട്ടി. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കോമ്പസ് എടുക്കുക. അത് ഇത്രയുള്ള സംഭവം. ഇവിടെ പെന്ന് വെക്കുക, നമ്മുടെ കോമ്പസ് നിബ് വെക്കുക. ഇവിടേക്ക് ഒരു ഇത് വരയ്ക്കുക. ഓക്കെ, ഇവിടേക്ക് ഒരു വര വരയ്ക്കുക, ഇവിടേക്ക് ഒരു വര വരയ്ക്കുക. ഏകദേശം നമ്മുടെ സൈഡുകൾ ഇങ്ങോട്ടാണല്ലോ പോവുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ആദ്യം ഒരു 7 സെൻറ്റിമീറ്റർ വെറുതെ വരച്ചാൽ നേരെ നമ്മുടെ സാധാരണ ഒരു 7 സെൻറ്റിമീറ്റർ വരയ്ക്കാം. സാധാരണ 7 സെൻറ്റിമീറ്റർ ബേസ് വരച്ചു. ഇനി അതേ കോമ്പസ് എടുക്കുക. ഓക്കെ, അതേ കോമ്പസ് എടുക്കുക, അങ്ങോട്ടേക്ക് ഇതാ മേലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് കട്ടാവും. ഇതൊക്കെ ഇത് 7 സെൻറ്റിമീറ്റർ കട്ടായി. ഇവിടുന്ന് ഈ 7 സെൻറ്റിമീറ്റർ കട്ടായി. അത് രണ്ടും കൂടി കൂട്ടി മുട്ടുന്നത് നമ്മുടെ ഈക്വലാറ്ററിൻ്റെ 3ാമത്തെ സൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയതാ 7 അല്ലേ? 7 കറക്റ്റ് 7. ഓക്കെ, നിങ്ങൾക്ക് പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് വേണം കണ്ടുപിടിക്കാം. പക്ഷേ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇസ് ഓൾവേസ് വെരി സിമ്പിൾ ടു ഡ്രോ. ഓക്കെ, ഇത് കിട്ടി. 60 ഡിഗ്രിയാണ്, മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 7. ഓക്കെ, നിങ്ങൾ ടീച്ചർ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻസർക്കിൾ എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സർക്കിൾ ഉണ്ടാവും, അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൻ്റെ ആയതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളാണ്. പൊതുവേ ചെരിഞ്ഞും വളഞ്ഞൊക്കെ ട്രയാങ്കിൾ ആകുമ്പോൾ പണിയാണ്. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ നിങ്ങളിതാ സാർ ഇവിടെ 60 ഡിഗ്രി ആണല്ലോ, ഇത് 60 ഡിഗ്രി ആണ്, അതിൻ്റെ പകുതി 30 വരച്ചാൽ മതിയോ? പോരാ, നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ 2 ആംഗിൾ ബൈസെക്ടർ വേണം. ഇതോ ഈ 3 ഏതെങ്കിലും 2 എടുക്കുക. എങ്ങനെ ആംഗിൾ ബൈസെക്ടർ കോൺ സംഭാവിച്ചെടുക്കുക? നിങ്ങൾ ഒരു ആർക്ക് വരയ്ക്കുക, ഒരു അറ്റത്ത് തന്നെ ആർക്ക് വരയ്ക്കുക. ഓക്കെ, ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് വെക്കുക, എന്നിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക. ഇങ്ങനെ വരച്ചോ. ഓക്കെ, ഇപ്പം കറക്റ്റ് ഇത്രയുണ്ട്, കുറച്ചുകൂടി ചെറുതാക്കുക, മോർ ദാൻ ഹാഫ് മതി. ഓക്കെ, ഞാൻ ഇവിടെ വെക്കുന്നു കോമ്പസ്. ഓക്കെ, എന്നിട്ട് മേലൊരു ആർക്ക് വരയ്ക്കുന്നു. അതേ മെഷർമെൻറ്റ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ വെക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വരയ്ക്കാം അങ്ങോട്ടേക്ക്. അപ്പം ഇതാണ് ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം 30 ഡിഗ്രി ആണെന്ന്. കുറച്ച് നീട്ടി വരച്ചോ. അപ്പുറത്ത് തട്ടിക്കണ്ട, ഇവിടെ തട്ടിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തും. ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ 30 ഡിഗ്രി ആണോ എന്ന്. ഇതാ കറക്റ്റ് 30 ഡിഗ്രി അല്ലേ? കറക്റ്റ് 30 ഡിഗ്രി കിട്ടി. ഓക്കെ, അതേപോലെ ഇവിടുന്നും കൂടി വേണം. ഇവിടുന്ന് എടുക്കുക, ഏത് വേണം എടുക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പസ് എടുക്കുന്നു, ഒരു എത്ര മെഷർമെൻറ്റിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരച്ച് 2 സൈഡിലും തട്ടണം. ഇനി അത് നോക്കുമ്പോൾ അതിന് മോർ ദാൻ ഹാഫ്. ഓക്കെ, പകുതി കൂടുതൽ മതി. അവിടുന്ന് ഒരു ഈ അറ്റത്ത് വെക്കുന്നു, എന്നിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ ഈ അറ്റത്തെടുക്കുന്നു, മെഷർമെൻറ്റ് മാറ്റരുത്, ഇവിടേക്ക് വരയ്ക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇതാണ് നമ്മുടെ പോയിൻ്റ് കേട്ടോ, ആംഗിൾ ബൈസെക്ടറിൻ്റെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു.
ഓക്കെ, അപ്പുറത്ത് തട്ടിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തിക്കും. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുക്കുക. 30 ഡിഗ്രി കറക്റ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് എടുത്തോ. ഇതാ ഈ 2 ലൈൻ കൂട്ടിമുട്ടി, ഇതാണ് നമ്മുടെ സെൻറ്ററിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഇനിയാണ് മിസ്റ്റേക്ക് വരുത്തുക. ഇനി കുറേ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളിതാ ഈ സെൻറ്റർ വെച്ചിട്ട് ഈ അറ്റത്തേക്ക് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കും, തെറ്റി. ചിലവരെന്ത് ഈ അറ്റത്തേക്ക് വെച്ചിട്ട് കുഞ്ഞ് സർക്കിൾ വരയ്ക്കും, തെറ്റി. ഈ അറ്റത്തേക്ക് അങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം സൂക്ഷിച്ച് ശ്രദ്ധിച്ചു. ഓക്കെ, സൂക്ഷിച്ച് കേട്ടോ. ഓക്കെ, നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററിലല്ലോ, നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഈ ഒരു അറ്റം കിട്ടി, ഈ ഒരു പോയിന്റ് കിട്ടി. ശ്രദ്ധിക്കേണ്ട എന്താണ്, നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ ഇങ്ങോട്ടേക്കാണോ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ചാടിക്കറി എല്ലാവരും എന്താ ചെയ്യുക, നിങ്ങൾ ഈ വര മുട്ടുന്ന ഈ പോയിന്റിലേക്ക് എടുക്കും, അല്ലെങ്കിൽ ഈ വര മുട്ടുന്ന ഈ പോയിന്റിലേക്ക് ഈ വര. ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ചിലപ്പോൾ അത് ശരിയായിരിക്കും, പക്ഷേ എല്ലാ ട്രയാങ്കിൾ അത് ശരിയാവില്ല. അപ്പോൾ കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ പിടിക്കുക. ഓക്കെ, ഇതാണ് സെൻറ്റർ എന്ന് വിചാരിച്ചോ, ഇവിടുന്ന് പിടിക്കുക, ഒരു വലിയ ആർക്ക് എടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഇത് എടുക്കുക, താഴേക്ക് അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും വലുപ്പമല്ല, അതിനെക്കാട്ടും വലുപ്പം. ഓക്കെ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഒന്ന് നോക്കുക, കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു വലിയ ആർക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ക്രോസ് ആവണം കേട്ടോ, നമ്മളിത് 2 സൈഡിലും ടച്ചാണ്. ഇനി ഇവൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കാണിക്കുക. ഇവൻ്റെ ലംബസമഭാജി കണ്ടുപിടിക്കുക. മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, മോർ ദാൻ ഹാഫ് എടുക്കുക, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, അത് രണ്ടും വരച്ച് കഴിഞ്ഞാൽ പണി സിമ്പിളേ. ഓക്കെ, ഇനി നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇവരെ ജോയിൻ ചെയ്താൽ എന്താ കിട്ടുക, നമ്മുടെ സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് കിട്ടി. ഇതാണ് റേഡിയസ്. ഓക്കെ, മിക്കവാറും മറ്റ് സൈഡായിട്ട് മാച്ച് ആവും, പക്ഷേ ഞാൻ വരച്ചൊരു വരയായിട്ട് മാച്ച് ആവും, പക്ഷേ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കറക്റ്റ് റേഡിയസ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രോപ്പർ ഇൻസർക്കിളിൻ്റെ സെൻറ്ററല്ല കണ്ടുപിടിച്ചത്, പക്ഷേ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പ്രോപ്പറായിട്ട്. ഈ ഡയഗ്രത്തിൽ നമുക്ക് സെൻറ്റർ കിട്ടി. സെൻറ്റർ റേഡിയസ് എവിടെയാണ്, ഇവിടെയാണോ അവിടെയാണോ എനിക്കറിയില്ല. ഓക്കെ, ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടും, പക്ഷേ എല്ലാ ട്രയാങ്കിളും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ സൈഡിൽ വേണേൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് എല്ലാവരും കാണാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ സെൻറ്ററിൽ കോമ്പസ് വെച്ചു. അത്ര ഈ സൈഡിൽ എത്തുന്നതല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി നീളം കൂടുതലെടുത്തു. ഓക്കെ, നീളം കൂടുതലെടുത്തു, വേണം നല്ല നീളം എടുത്തു, കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു കേട്ടോ, ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി അവൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണ്, അവൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് കിട്ടുക, നിങ്ങൾ കോമ്പസ് എടുക്കുക, മോർ ദാൻ ഹാഫ് എടുക്കുക. കോമ്പസ് എടുക്കുന്നു, മോർ ദാൻ ഹാഫ് ആണ് ഇപ്പോൾ ഉള്ളത്. മേലെ ഒരു ആർക്ക്, ഓക്കെ, താഴെ ഒരു ആർക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടുന്ന് ഇത് കട്ട് ചെയ്തു, ഇവിടുന്ന് ഇത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം വരില്ല, ഈ പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈനിലാണ് സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ സെയിം വരയാണല്ലോ സാർ, അത് ഈക്വലായിട്ടുള്ള ട്രയാങ്കിളിൽ മാത്രം, ബാക്കിയുള്ള ട്രയാങ്കിളിൽ ഇങ്ങനെ കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെയാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ടച്ച് ആവുന്നത്. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയാണ് ടച്ച് ആവുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, കാരണം നമുക്കറിയാം, നമുക്ക് എന്താണ് അറിയുന്ന കാര്യം, ഇത് റേഡിയസ് ആണെന്ന് അറിയാം. എങ്ങനെ റേഡിയസ് ആണെന്ന് കിട്ടിയത്, കാരണം ഇവൻ ഈ ലൈനായിട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് ആൻഡ് ബൈസെക്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കോമ്പസ് എടുക്കാം, ധൈര്യത്തോടെ സെൻറ്റർ ഇവിടെ വെക്കാം. ഇവിടെ തോന്നിയോടത്തൊന്നും കൊണ്ടേ വെക്കരുത് കേട്ടോ, ഇതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, കോമ്പസ് എടുക്കുക, ഇവിടെ മാച്ച് ആവുന്നുണ്ട്, ഇവിടെ മാച്ച് ആവുന്നുണ്ട്, ഇവിടെയും മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഫുള്ളായിട്ടങ്ങ് വരച്ചോ. ഇങ്ങനെ വരച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. എൻ്റെ ചിലപ്പം ഇവിടെ ഈ സെൻറ്ററിൽ വെക്കുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ ആയിരിക്കും, പക്ഷേ ഇങ്ങനെയാണ് വരയ്ക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മളിപ്പോൾ വരച്ചത് 4ാമത്തെ ടൈപ്പാണ്. 4ാമത്തെ ടൈപ്പ് ഇൻസർക്കിൾ റേഡിയസ് റേഡിയസ് തന്നില്ല, ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത് കേട്ടോ. ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട് ഇപ്പോൾ 4 ടൈപ്പുമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെറുതെ എല്ലാം നമുക്ക് കാണിച്ചത്. ഇതാണ് നമ്മുടെ 4th ടൈപ്പ്. ഓക്കെ, നമ്മുടെ തേർഡ് ടൈപ്പ് ഇൻസർക്കിൾ, പക്ഷേ ഇൻസർക്കിൾ റേഡിയസ് വന്നു, 2 ട്രയാങ്കിൾ 2 ആംഗിളും തരും. റേഡിയസ് ഒക്കെ തന്നാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെയുള്ള നമ്മുടെ സെക്കൻഡ് ടൈപ്പ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജൻറ്റും. അതേപോലെ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് സർക്കിൾ എന്നുള്ള ആകെയുള്ളൊരു കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ 4 ടൈപ്പുമായി എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കാൻ പോകുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് വേഗം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √8 സെന്റിമീറ്റർ. നമുക്കറിയാം √8 സെന്റിമീറ്റർ ഒന്നും എൻ്റെ സ്കെയിൽ നോക്കി കഴിഞ്ഞാൽ ജന്മത്ത് കാണാൻ പറ്റുന്ന സാധനങ്ങളല്ല.
അപ്പോൾ √8 എങ്ങനെ നമ്മൾ വരയ്ക്കും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിനുള്ളിലെ ആളെ എടുക്കുക. റൂട്ടിനുള്ളിൽ 8 ആണ് അല്ലേ? ഏതൊക്കെ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 8 കിട്ടുക? നമുക്കറിയാം 1 × 8 8 ആണ്. അതിനേക്കാൾ ബെറ്റർ ആയിട്ട് 2 × 4 8 ആണ് അല്ലേ? സോ 2 + 4 കൂട്ടി നോക്കുക. 2ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് √8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാൻ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 4ഉം 2ഉം കൂടി കൂട്ടിയിട്ട് 6 എന്ന് കിട്ടിയപ്പോൾ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കും. P × PB = PC² വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പല വൺ ഷോട്ട് ലൈവുകളിലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ആ കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു രേഖ വരയ്ക്കുന്നു. വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തോട്ടാ. സെന്റർ ഒന്ന് മാർക്ക് ചെയ്തു. 3 സെന്റിമീറ്റർ ഒരു പോയിന്റ് ഇങ്ങനെ കുത്തിട്ടോ. അതിനുശേഷം 4 2 അങ്ങനെയല്ലേ മുറിക്കുന്നത്? 4 + 2 അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ 6 സെന്റിമീറ്ററിൽ വരച്ചത്. സോ 4ന്റെ അവിടെയും നമുക്കൊരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ആ ബിന്ദുവിനെ നമുക്ക് P എന്ന് പേര് കൊടുക്കുക. നമ്മൾ ആദ്യം വരച്ച ഈ ലൈൻ AB, ആ പോയിന്റ് 4 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് P. സെന്റർ അവിടെ O എന്ന് പറഞ്ഞിട്ട് കിടന്നോട്ടെ. സെന്റർ ആണ് O. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ട് നമ്മൾ ഒരു സെമി സർക്കിളോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സർക്കിളോ വരയ്ക്കാം, കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്ത് O മുതൽ B വരെയുള്ളതോ O മുതൽ A വരെയുള്ളതോ നീളം കൃത്യമായിട്ട് കോമ്പസിലെടുത്ത് ദാണ്ടടാ വരയ്ക്കണ ഒരു സർക്കിള്. അടിപൊളി ഒരു സർക്കിൾ സെറ്റ് ആയിട്ടുണ്ട്. ഈ സർക്കിളിലോട്ട് P എന്ന ബിന്ദുവിൽ നിന്ന് കൃത്യം 90 ഡിഗ്രിയിൽ കുത്തനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ P × PB = PC² വെച്ച് എനിക്ക് √8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര ലഭിക്കും. സോ നോക്കുക കുത്തനെതാ കൃത്യം കോമ്പസ് അല്ല സ്കെയിൽ ഇങ്ങനെ വെച്ച് 90 ഡിഗ്രിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈൻ വരയ്ക്കണം കേട്ടോ. അസോ സാർ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. യെസ്, ഈ ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനുണ്ട്. ഇതാ PC എന്ന് പേര് കൊടുത്ത് നിൽക്കുക. PAയുടെ നീളം എത്രയായിരുന്നു? PA 4 സെന്റിമീറ്റർ, PB 2 സെന്റിമീറ്റർ. നമ്മൾ അറിയാവുന്ന പ്രോപ്പർട്ടിയാണ് എഴുതി വെക്കേണ്ടത്. എന്താണ്? PA × PB = PC². PAയുടെ നീളം 4 ആണ്, PBയുടെ നീളം 2 ആണ്, PC². സോ PC² എന്ന് പറഞ്ഞാൽ 8. നമുക്ക് ആവശ്യം PCയുടെ ലെങ്ത് ആണ്. സോ PC നിങ്ങൾ അളന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള √8 സെന്റിമീറ്റർ എന്ന് അവിടെ കിട്ടും. സോ PCയുടെ നീളം √8 സെന്റിമീറ്റർ. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ചോദ്യം. ഇതും പഠിച്ചു വെച്ചോളൂ. ഇതും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. സെറ്റ്. ഇതൊരു ടൈപ്പ് ചോദ്യം അല്ലേ? ഇനി എങ്ങനെയാ ചോദ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം നിർമ്മിക്കാനാണ് ചോദ്യം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ എനിക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു വശം എന്തായിരിക്കും? മൊത്തം ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സിന്റെ മക്കൾക്ക് എബി സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് √15 സെന്റിമീറ്റർ ആയിരിക്കും. √15 സെന്റിമീറ്റർ വശമുള്ള ഒരു സൈഡ് കിട്ടിയാൽ മതി. അങ്ങനെ ആ ഒരു വശം കിട്ടുകയാണെങ്കിൽ ആ വശം വെച്ചുകൊണ്ട് എനിക്ക് സമചതുരം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ കൃത്യമായിട്ട് നമ്മൾ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത് √15 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയാണ്. ആ വരയിലേക്ക് എത്താനായിട്ട് ഏതൊക്കെ രണ്ട് സംഖ്യകളാണ് വേണ്ടി വരിക? ഏതൊക്കെ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 15 കിട്ടുക? 1 × 15 ചെയ്യുമ്പോൾ 15 കിട്ടും. ഡസൻ മാറ്റർ. നമുക്ക് അടുത്ത പേരെടുക്കാം. 3 × 5 ചെയ്യുമ്പോൾ 15 കിട്ടും അല്ലേ? 3 × 5 ചെയ്യുമ്പോൾ 15 കിട്ടുന്നുണ്ട്. അപ്പൊ 3 + 5 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചുകൊണ്ട് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ പോവാണ്. വേഗം എൻ്റെ സ്കെയിൽ എടുക്കുക. സ്കെയിലായ നമഃ. യെസ്, സ്കെയിൽ എടുത്തു. 8 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് വരയ്ക്കേണ്ടത് അല്ലേ? 8 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സാറിതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ദോണ്ടടാ കൃത്യം 8 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ചു. അങ്ങനെ വര വരച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. 8 സെന്റിമീറ്ററിന്റെ പകുതി ഇതാ 4 പോയിന്റ് ഇടണം. ഇതെങ്ങനെയാ മുറിക്കണേ? 5ഉം 3ഉമായിട്ട് അല്ലെങ്കിൽ 3ഉം 5ഉമായിട്ട്. അപ്പൊ 5 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതാണ് എൻ്റെ P എന്ന് പറഞ്ഞ പോയിന്റ്. സോ ഇവനെ ഞാൻ P എന്ന് വിളിച്ചു. എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് A, എൻ്റെ എൻഡിങ് പോയിന്റ് ഇതാ ഇവിടെ B, സെന്റർ O. ഓക്കെ, ഇനി എന്താ നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തത്? നമ്മൾ കൃത്യമായിട്ട് ഒരു സർക്കിളോ സെമി സർക്കിളോ വരയ്ക്കും. ഇവിടെ സാറിന് സർക്കിൾ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു സെമി സർക്കിൾ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എങ്ങനെയാ സെമി സർക്കിൾ വെക്കുക? ഈ O മുതൽ B വരെയുള്ള നീളമോ O മുതൽ A വരെയുള്ള നീളമോ കോമ്പസിൽ എടുത്തുകൊണ്ട് ഇവിടെ കോമ്പസ് വെച്ച് ദാ ഒരു വര വരച്ചു. ഓക്കെ, കൃത്യമായിട്ട് വരയ്ക്കാൻ എന്താ സ്ഥലമില്ല കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത്? പിയിൽ നിന്ന് കുത്തനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിയിൽ നിന്ന് കുത്തനെ ദാ മുകളിലോട്ട് സർക്കിളിലോട്ട് 90 ഡിഗ്രിയിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? PC കിട്ടും. ആ PCയുടെ നീളം എന്തായിരിക്കും? √15 ആയിരിക്കും കേട്ടോ. നമുക്ക് തൽക്കാലം ഒരു പിങ്ക് ലൈൻ വെച്ച് വരയ്ക്കാം. ഇതാണ് എൻ്റെ √15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ.
ഈ പി സി എന്ന് പേര് കൊടുത്ത ഇതാണ് നമ്മുടെ റൂട്ട് 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര. ഈ വശം വെച്ചുകൊണ്ട് നമുക്ക് സമചതുരം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബേസ് ഒന്ന് നീട്ടി വരയ്ക്കലാണ്. ബേസ് അല്ലല്ലോ, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പി ബിയുടെ നീളം ഒന്ന് നീട്ടി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നീട്ടി വരയ്ക്കാം. ബിയിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ കുറച്ചും കൂടി നീട്ടി വരയ്ക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? റൂട്ട് 15 സെന്റിമീറ്റർ നീളമാണിത് ഇനി പി സിക്ക് അല്ലേ. ഈ പി സി കൃത്യമായിട്ട് കോമ്പസിൽ ഒന്ന് അളന്നെടുക്കുക. അതിനുശേഷം നേരെ ഇവിടെ കൊണ്ടുപോയി ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതുപോലെ സിയിൽ കൊണ്ടുപോയി വെക്കുക. സിയിൽ കൊണ്ടുപോയി വെച്ച് ഒരാർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. വീണ്ടും ഈ ആർക്ക്, ഏതാർക്ക്? ഈ ആർക്ക് അവിടെ ബേസുമായി മുട്ടിച്ചിട്ടില്ലേ, ബേസ് നീട്ടിയിട്ട് നമ്മളോട് മുട്ടിച്ചില്ലേ, അവിടെ നിന്ന് കൃത്യമായിട്ട് ഇതേ റൂട്ട് 15 ഇങ്ങനെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ ആർക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് 15 സെന്റിമീറ്റർ നീളമുള്ള 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന എന്ത് കിട്ടും? കൃത്യമായിട്ട് എന്ത് കിട്ടും? നമ്മുടെ എന്താ കിട്ടുക? സ്ക്വയർ കിട്ടും. സ്ക്വയർ കിട്ടും. അതുപോലെ ഇവരെങ്ങനെ താഴത്തേക്ക് ജോയിൻ ചെയ്യണം അല്ലേ. യെസ് ഓഫ് കോഴ്സ്. ഞാൻ വരച്ചിരിക്കുന്ന പിങ്ക് കളറുള്ള പേരും കൊടുത്തോളട്ടോ. പലരും പേര് കൊടുക്കാൻ മടിക്കാറുണ്ട്. പേര് കൊടുക്കാൻ യാതൊരു മടിയും വേണ്ട. QR എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ എഴുതാം PQRC ഈസ് ദ സ്ക്വയർ ഹാവിങ് ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഫുൾ മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണോ അത്രയും മാർക്ക് നമുക്ക് കിട്ടും. 15 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആയിരുന്നു നിർമ്മിക്കാനായിട്ട് പറഞ്ഞിരുന്നത്. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലായെങ്കിൽ, സെറ്റായെങ്കിൽ ഇനി 2 ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ക്രിസ്മസ് എക്സാമിന് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ഫൈൻഡ് ദ മെഷർ ഓഫ് പി സി. പി എ ഇൻറ്റു ബി ബി സി ഈക്വൽ ടു പി സി സ്ക്വയർ അപ്ലൈ ചെയ്യുക. അവിടെ സിമ്പിൾ ആണ്. പി എ ഇൻറ്റു ബി ബി സി ഈക്വൽ ടു പി സി സ്ക്വയർ. പി എയുടെ നീളം 6, പി ബിയുടെ നീളം 3 വിച്ച് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് 18 ആണ് നമ്മുടെ പി സി സ്ക്വയർ. നമുക്ക് ആവശ്യം എന്താ? പി സിയുടെ നീളമാണ്. പി സി എന്തായിരിക്കും വരിക? റൂട്ട് 18 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. പി സി സ്ക്വയർ 18 ആണെങ്കിൽ പി സിയുടെ നീളം റൂട്ട് 18 സെന്റിമീറ്റർ ആയിരിക്കും. സെറ്റ്. ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് റൂട്ട് 18 സെന്റിമീറ്റർ. അപ്പോൾ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പി സി റൂട്ട് 18 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഈ വര വെച്ചുകൊണ്ട് ഒരു സമഭുജ ത്രികോണം, എല്ലാ വശങ്ങളും ഈ റൂട്ട് 18 കിട്ടുന്ന രീതിയിൽ ഒരു സമഭുജ ത്രികോണം കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗർ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ രണ്ടും കൂടി കൂട്ടി എത്രയാ? 6 × 3 18 ആണ്. 6 + 3 9 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ചുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പോൾ സാറ് അടുത്ത സ്ലൈഡ് എടുത്തു. ഫസ്റ്റ് ആയിട്ട് വരയ്ക്കാൻ പോകുന്നത് 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു രേഖ. ഓക്കെ, അപ്പോൾ 9 സെന്റിമീറ്റർ നീളമുള്ള വര കേട്ടോ. ഇങ്ങനെ പോയി 9 എത്തിയപ്പോൾ നിൽക്കണം. 9 എത്തിയപ്പോൾ നിന്നു. ഇതിൻ്റെ പകുതി എത്രയാ? 9ന്റെ പകുതി നമുക്ക് കൃത്യമായിട്ട് അറിയാം. 4.5 മാർക്ക് ചെയ്തോളട്ടെ. 4.5 മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം? 6 അല്ലേ? 6 അപ്പോൾ 6ന്റെ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 6 വെള്ളം തന്നു. 6ന്റെ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. പേര് കൊടുക്കുക. അടുത്ത പരിപാടി എന്താ? പേരിടൽ കർമ്മമാണ്. സോ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ AB എന്ന് പേര് കൊടുത്തു. ആ പോയിന്റ് P, സെന്റർ O. സെറ്റ്. നെക്സ്റ്റ് പരിപാടി എന്താ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു സെമി സർക്കിൾ അങ്ങോട്ട് പൂശുന്നു. അപ്പോൾ ഓയിൽ കൃത്യമായിട്ട് കോമ്പസ് കൊണ്ടുവച്ചു. OB എടുത്തു. യെസ് ഓഫ് കോഴ്സ്. ഒരു മിനിറ്റ്, ഒന്നുകൂടിയും ക്ലിയർ ആക്കാം. നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഇങ്ങനെ എടുക്കാം കേട്ടോ. അതിനുശേഷം സർക്കിൾ വരയ്ക്കാം. യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, നമുക്ക് സെമി സർക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? പിയിൽ നിന്ന് സർക്കിളിലോട്ട് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പി സി കിട്ടി. പി സി എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പി സി എന്ന് പറയുന്നത് റൂട്ട് 18 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ സി എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി സിയുടെ നീളം എനിക്ക് കിട്ടി റൂട്ട് 18. നമുക്ക് ആവശ്യം ഈ ലൈനല്ല, നമുക്ക് ആവശ്യം റൂട്ട് 18 സെന്റിമീറ്റർ നിർമ്മിക്കാനല്ല, അതുമായിട്ടൊരു സമഭുജ ത്രികോണം റൂട്ട് 18 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണമാണ് നിർമ്മിക്കാൻ പറ്റുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കോമ്പസ് മാത്രം ഉണ്ടായാൽ മതി. ഇനി പി സി ഒന്ന് അളക്കുക. പി സി ഒന്ന് നമുക്ക് കൃത്യമായിട്ട് അളക്കാം. സമഭുജ ത്രികോണം നിർമ്മിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതാണ് നമ്മുടെ പി സി. ഈ പി സി കൊണ്ട് ഒരു ആർക്ക് പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ സിയിൽ കൊണ്ടുപോയി എൻ്റെ കോമ്പസ് വയ്ക്കുക.
സിയിൽ കൊണ്ടുപോയി എൻ്റെ കോമ്പസ് വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം, സി എന്ത് ചെയ്യുന്നറിയോ? ആ ഇതാ എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഈ പി സി ഒന്ന് അളക്കണം കേട്ടോ. ഓക്കെ, ഇതാ ഇനി നമ്മൾ പിയിൽ നിന്ന് പോയിട്ട് ഇതാ നമ്മൾ ആർക്ക് വരച്ച പോലെ സിയിൽ നിന്നും നമ്മൾ കൃത്യമായിട്ട് ആർക്ക് വരയ്ക്കണം. ഇതാ ആർക്ക് ഇങ്ങനെ വരച്ചു. ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിവിടുന്ന ബിന്ദു നിങ്ങൾ കാണുന്നില്ലേ ഡോറ? ആ കാണുന്നുണ്ട്. അപ്പോൾ പിയിൽ നിന്ന് ഇതാ ഇങ്ങോട്ടും അതുപോലെ ആർക്ക് സിയിൽ നിന്നും നമ്മൾ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ പേര് കൊടുക്കണമല്ലോ, PC_R എന്ന് കൊടുക്കാം. PC_R എന്ന് കൊടുക്കാം. എന്ത് കളറാ സാറേ? PC_R എന്ന് പറയുന്ന ത്രികോണമായിരിക്കും. ഞാൻ കളർ എടുത്ത് കാണിച്ചു തരാം കേട്ടാ. ഈ കളർ ചെയ്യാനൊക്കെ പറ്റും. എന്താ വിചാരിച്ചു നിങ്ങൾ? അയ്യോ നാണം എടുത്തല്ലേ കളർ ചെയ്യാൻ പറ്റുന്ന കളർ വരുന്നില്ലല്ലോ. അല്ല, PC_R എന്ന് പറഞ്ഞ സമഭുജ ത്രികോണമാണ്. ആ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശവും √18 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റിനോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാ വർഷവും ഒരു ചോദ്യം ഉണ്ടാവും. അത് ക്രിസ്മസ് എക്സാമിനായാലും ഉണ്ടാവും, ഫൈനൽ എക്സാമിനായാലും ഉണ്ടാവും. ഒരു ചതുരം വരച്ചുകൊണ്ട് മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചതുരം വരച്ചുകൊണ്ട് അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. 4-5 മാർക്കിന് ചോദിക്കാറുണ്ട്. പഠിച്ചു പോക്കോളൂ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേ മോഡൽ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 7 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു ചതുരം നിർമ്മിച്ചുകൊണ്ട് അതേ ഏരിയയുള്ള ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ, അതേ പരപ്പളവുള്ള മറ്റൊരു സമചതുരം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ചതുരം നിർമ്മിക്കുക എന്നതാണ്. അതിൻ്റെ നീളങ്ങൾ തന്നിട്ടുണ്ട്. നീളവും വീതിയും 7ഉം 4 സെന്റിമീറ്ററാ. എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ചതുരം നിർമ്മിക്കാനായിട്ട് എന്താ ചെയ്യുക? 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു രേഖ ഇങ്ങനെ വരയ്ക്കുക. എന്താ 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര. ഓക്കെ, ഇതാണ് എൻ്റെ 7 സെന്റിമീറ്റർ. യെസ് ഓഫ് കോഴ്സ്. 4 സെന്റിമീറ്റർ വീതി എന്ന് പറയുമ്പോൾ കൃത്യം 90 ഡിഗ്രിയിലെ എൻ്റെ വീതി വരണം. 4 സെന്റിമീറ്റർ ആയിരിക്കണം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? യെസ്, മെഷർമെൻറ്റ് ഇതാ കൃത്യമായിട്ട് 4 സെന്റിമീറ്ററിൽ കൊണ്ടുപോയി നിർത്തി. ഇനി ഇതുപോലെ അവിടെ നിന്ന് എത്രയാണ് വേണ്ടത്? 7 സെന്റിമീറ്ററിനെയാണ് വേണ്ടത്. സോ ഇവിടെ കൊണ്ടുപോയി സ്കെയിൽ വയ്ക്കുക. 7 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. യെസ്, 7 സെന്റിമീറ്ററിൽ കൃത്യം വര വരച്ചു. 6.9 ആയിട്ടാ. ഒന്നുകൂടി സെറ്റാക്കും. ഇതാ 7 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി എന്താ? അവരെ തമ്മിൽ ഇതാ 2 ആൾക്കാരെയും കൂടി തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചതുരം കിട്ടും. എന്ത് കിട്ടും? ചതുരം കിട്ടും. യെസ് ഓഫ് കോഴ്സ്, ചതുരം കിട്ടി. ഇതാണ് എൻ്റെ 7 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ നീളവും വീതിയും വരുന്ന, നീളം 7 സെന്റിമീറ്റർ വീതി 4 സെന്റിമീറ്റർ വരുന്ന ചതുരം. അതായത് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 7 × 4 28 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഏരിയ. ഇതേ പരപ്പളവുള്ള സമചതുരമാണ് നിർമ്മിക്കേണ്ടത്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. എൻ്റെ ബേസ് അത് കുറച്ച് നീട്ടണം. എത്രത്തോളം നീട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീതി എത്രയാ? 4 സെന്റിമീറ്റർ ആണ് വീതി. സോ 4 സെന്റിമീറ്ററോളം നിങ്ങൾ ബേസ് നീട്ടേണ്ടതായിട്ടുണ്ട്. 4 സെന്റിമീറ്റർ ഇതാ കൃത്യമായിട്ട് 2 മുതൽ 6 വരെ വരച്ചാൽ മതി. റെഡി? 4 സെന്റിമീറ്റർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താട്ടോ. 4 സെന്റിമീറ്റർ ആകുമ്പോൾ നിൽക്കണേ. യെസ്, 4 സെന്റിമീറ്റർ നിന്നു. അപ്പോൾ ടോട്ടലി വരയുടെ ലെങ്ത് എത്രയാണെന്ന് അറിയോ? ടോട്ടലി 7ഉം 4ഉം 11 ഉണ്ടാവും. നോക്കിക്കോട്ടെ, 7ഉം 4ഉം കണ്ട 11 കറക്റ്റ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഏതാ ലെവല്? ഇതിൻ്റെ കറക്റ്റ് 11 നിൽക്കണേ. അപ്പോൾ എന്താ? ഇതിൻ്റെ വീതി 4 ആയിരുന്നു. അപ്പോൾ 4 ഇത് എക്സ്ട്രാ വരച്ചപ്പോൾ ടോട്ടലി ബേസ് എന്ന് പറയുന്നത് 11 ആയി. 11 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. 11ൻ്റെ പകുതി എത്രയാ? 10ൻ്റെ പകുതിയാണെങ്കിൽ 5, 11ൻ്റെ പകുതിയാണെങ്കിൽ 5. 5.5 ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ മധ്യബിന്ദു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, കോമ്പസ് എടുക്കുന്നു. നെക്സ്റ്റ് ഇതാ ഇവിടെ നമ്മളെ ബ്ലാക്ക് പോയിന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബേസ് ലൈനിൻ്റെ പകുതിയിൽ കൊണ്ടുപോയി കോമ്പസ് വെച്ച് നേരത്തെ ചെയ്തപോലെ നിങ്ങൾക്ക് സർക്കിൾ വേണമെങ്കിൽ സർക്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ സെമി സർക്കിൾ വരച്ചുകൊണ്ട് നിർത്താം. കൃത്യമായിട്ട് ഇതാ സർക്കിൾ ഇങ്ങനെ വരച്ചു. സെമി സർക്കിൾ വരച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. റെഡി? ഇനി കുറച്ച് നേരം കോമ്പസിന് വിശ്രമം കൊടുക്കാം. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞ പോയിന്റ്, നമ്മുടെ ബേസ് ലൈൻ AB, സെൻറ്റർ നേരത്തെ പോലെ O. പി എനിക്ക് സർക്കിളിലേക്ക് കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ ഒരു PC കിട്ടും. അതാണ് നമ്മുടെ സമചതുരത്തിൻ്റെ ഒരു വശം, √28 സെന്റിമീറ്റർ ഉള്ള ഒരു വശം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? പി നേരെ കൊണ്ടുപോയിട്ട് കൂട്ടി വെട്ടിയാൻ പറ്റും നോക്കട്ടെ. ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം? ആ പി എന്ന് പറയുന്ന ആ ലൈൻ ഉണ്ടല്ലോ, പി നിന്ന് നമ്മുടെ വീതി ഉണ്ടല്ലോ, നമ്മുടെ വീതി കുറച്ച് അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അത് സർക്കിളിലേക്ക് ടച്ച് ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. വളയാതെ കൃത്യമായിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം കേട്ടോ. യെസ് ഓഫ് കോഴ്സ്. ഇതാ നിങ്ങൾ 2s കണ്ടോളൂ. ഇതാ ഇവനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കാനായിട്ട് നമ്മൾ പോകുന്നു. അങ്ങനെ മുട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു വശം കിട്ടിയെന്നർത്ഥം. ഈ വശം വെച്ചുകൊണ്ട് എനിക്ക് ആർക്ക് വരയ്ക്കണം. ആർക്കുകൾ വരയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബി എന്ന് പറഞ്ഞ ബേസ്, PB എന്ന് പറഞ്ഞ ലൈൻ കുറച്ചുകൂടി നീട്ടേണ്ടതായിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന ലൈൻ ഒന്ന് നീട്ടിക്കൊടുക്കുന്നു. കുറച്ചങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കോമ്പസ് എടുത്തുകൊണ്ട് ഈ പി മുതൽ വൃത്തത്തെ ടച്ച് ചെയ്യുന്ന സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് റൂട്ട് 28. റൂട്ട് 28 ഇതാ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ കൊണ്ടുപോയി കോമ്പസ് വെച്ച് മുകളിലോട്ട് ആർക്ക് വരയ്ക്കണം. മുകളിലോട്ട് ആർക്ക് വരച്ചു. ഇനി നമുക്ക് ഇതാ ഇവിടെ കൊണ്ടുപോയി കോമ്പസ് വെച്ച് യെസ് അവിടെ പരിപാടി കഴിഞ്ഞു കേട്ടാ. സ്ക്വയർ കണ്ടോ നിങ്ങൾ? കണ്ടോ? അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ജസ്റ്റ് എൻ്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്ക്വയർ കംപ്ലീഷൻ. ഓക്കെ, ഇവനെങ്ങനെ യോജിപ്പിക്കുക. ഫൈനൽ സ്റ്റെപ്പ് റെഡി. ഇതാ 1 2 3 ലൈനായിട്ടാ. ലാസ്റ്റ് ലൈനാണ് നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗമാണ് കൂട്ടുകാരെ. ദ എൻഡ് മൊമെന്റ്. യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ SSLCയിലെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ലാസ്റ്റ് നിങ്ങൾ എന്തായാലും എഴുതി വെച്ചോളൂ. എന്താണ് എഴുതി വയ്ക്കുക? നിങ്ങൾ ഈ ഒരു സ്ക്വയറിന് ഒരു വൃത്തിയായിട്ടുള്ള പേര് കൊടുക്കുക. നമുക്കിവിടെ PB ഒക്കെ ഉണ്ട്. ഇവിടെ Q എന്ന് കൊടുക്കാം. ഇവിടെ എന്താ R എന്ന് കൊടുക്കാം. ഇവിടെ S എന്ന് കൊടുക്കാം. സോ PQRS ഈസ് അവർ സ്ക്വയർ. PQRS ഈസ് ദ സ്ക്വയർ ഹാവിങ് ദ സെയിം ഏരിയ ദാറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് ഫൈനലി എഴുതിയിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. ഇതിലെ ഓരോ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച് പഠിക്കുക എന്നുള്ളതാണ് സാറിന് പറയാനുള്ളത്. സോ കൂളായിട്ടിരിക്കുക. എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ. താങ്ക് യു.